ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ചെറിയ പാലം ചെയ്തായിരുന്നു ഗാർഡനിലെ നമ്മുടെ സ്കൂളിലെ വർക്കിൻ്റെ. അപ്പോൾ ആ പാലത്തിൻ്റെ കൈവരിയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ അതിനിടയ്ക്കൂടെ ചെറിയൊരു മരത്തിൻ്റെ പരിപാടിയുണ്ട്. അപ്പോൾ അത് ചെയ്യണം. അതുകൊണ്ടാണ് ആ മരത്തിൻ്റെ നമ്മൾ ഇതൊക്കെ ചെയ്യുക. അപ്പം പൊതിഞ്ഞ് കെട്ടി നമ്മൾ കോൺക്രീറ്റൊക്കെ നിറച്ച് വെച്ചേക്കുക. അപ്പോൾ അതിനിടയ്ക്കൂടെ ആദ്യം വന്നപ്പോഴേ ചെയ്തു. അപ്പോൾ പിറ്റേ നാളത്തേക്ക് സെറ്റായിരിക്കുമല്ലോ. പിന്നെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പാലത്തിൻ്റെ കൈവരി മരവും മുളയും അങ്ങനെ ആ ഒരു സെറ്റപ്പിലാക്കി എടുക്കാനാണ് വേണ്ടിയിട്ടാണ്. അപ്പം അതിനുള്ള ചാന്ത് കൂട്ടുവാണ് നമ്മുടെ കൈക്കാരന് ചാന്ത് കൂട്ടുവാണ്. മരത്തിൻ്റെ നമ്മൾ മറ്റേ കമ്പിയൊക്കെ കെട്ടിയിട്ട് ചാക്ക് പൊതിഞ്ഞ് അതിനകത്ത് കോൺക്രീറ്റ് നിറച്ച് കയറിന് കെട്ടി വെച്ചേക്കുവാണ്. അങ്ങനെ നമ്മൾ മറ്റേ തൂണൊക്കെ ചെയ്തത്. ബാക്കി ഫൈബർ ഷീറ്റ് വെച്ചിട്ട് നമ്മൾ റൗണ്ട് താഴെ നിന്ന് അങ്ങനെ പോയിക്കുക. അതിനകത്ത് നമ്മൾ നെറ്റൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ ചെറിയ അരിപ്പയ്ക്ക് ഇടഞ്ഞെടുത്ത ചാന്ത നമ്മളിതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ചവിടെ ഇരുന്ന് അതായാലും മതി. അപ്പോൾ ഇത് കൊണ്ട് നമ്മൾ ഈ കൈവരി മേളിക്കടുള്ള നീളത്തിലുള്ള ഇത് നമ്മൾ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ മരത്തിൻ്റെ ഒരു ഷേപ്പാക്കിയിട്ട് ബാക്കി തൂണ് മൊത്തം നമ്മൾ മുളയുടെ ഒരു ഇതാക്കാനാണ്. അപ്പം മൊത്തം മുള ചെയ്യണമെന്ന് പറഞ്ഞിരുന്നില്ല. പക്ഷേ അപ്പം എല്ലാവരുടെ അഭിപ്രായം മേളത്ത് മുള വേണ്ട, താഴത്തെ മാത്രം മുള മതി, മുളയ്ക്കകത്ത് വെച്ച് കെട്ടിയേക്കുന്ന ഒരു സെറ്റപ്പ് മതി, അങ്ങനെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 2 കമ്പെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് വളച്ച് വെച്ച് കെട്ടിയേക്കുന്ന പോലെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്യുവാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കമ്പിയാണ്. ഇതിനകത്ത് നമ്മൾ 8 mm അല്ല 12 mm കമ്പി ഇതിനകത്ത് ഇട്ടേക്കുന്നത്. 12 mm ഒരു കമ്പി, 8 mm ഒരു കമ്പിയുണ്ട്. പിന്നെ മേളിലോട്ടുള്ള കമ്പി മൊത്തം 8 mm. മറ്റേ ഈ ചെറിയ കുറ്റിത്തൂണ് കൊടുത്തേക്കുന്നത് അത് മൊത്തം 8 mm കമ്പി 3 വീതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ ഹെൽപ്പറോട് പറഞ്ഞു നമ്മൾ ഗ്ലൗസ് വേണം. ഗ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ചെറിയ ടെക്നിക്കൽ പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗ്ലൗസ് ഒരെണ്ണമെടുത്തിട്ട് പറഞ്ഞു. അപ്പോൾ ഗ്ലൗസ് എടുക്കാൻ പോയായിരുന്നു. ഗ്ലൗസ് എടുത്തു, ഗ്ലൗസ് കിട്ടി. പിന്നെ ഞാൻ ചാന്ത കോരി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാന്ത കോരി പറ്റിച്ച് ഇതിൻ്റെ അടിഭാഗമൊക്കെ ഭയങ്കര പാടാണ്. കാരണം പറ്റിക്കാൻ വെച്ച് പാടാണ്. ഇതെല്ലാം പറ്റിച്ചല്ലേ പറ്റും. അപ്പോൾ നമ്മളെല്ലാം പറ്റിച്ചപ്പം ഈ കമ്പിയുടെ ഉണ്ടെങ്കിൽ നമ്മൾ ചാക്ക് ഗ്രൗട്ട് മുക്കിയിട്ട് ചാക്ക് നമ്മൾ നല്ലോണം വെച്ചിട്ട് കയറിന് നല്ലോണം വരിഞ്ഞ് മുറുകി, കയറും കെട്ട് കമ്പി കൂടെ വെച്ചിട്ട് വരിച്ച് മുറുകി അങ്ങനെ വെച്ചേക്കുമായിരുന്നു. അപ്പം അതിനകത്തായി ചാന്ത് നമ്മൾ ഉണ്ട്. അപ്പം ഗ്രൗട്ട് പ്രത്യേകിച്ച് തേക്കണമെന്നില്ല. കാരണം ഗ്രൗട്ട് നല്ല പശയ്ക്ക് ഗ്രൗട്ട് പോണക്കത്ത് ചാന്ത നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഗ്രൗട്ട് നമ്മളതിനകത്ത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളിതുപോലെ ഗ്ലൗസ് ഉപയോഗിച്ചൊന്ന് ഷേപ്പാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മരത്തിൻ്റെ ലുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ തൊലി ഇല്ലാത്ത മരത്തിൻ്റെ ആ ഒരു സെറ്റപ്പില്ല. കാരണം ഇച്ചിരി പഴകിയ മരം കമ്പൊക്കെ കിടന്നിങ്ങനെ തൊലിയൊക്കെ പോയിട്ട് ഇങ്ങനെ പഴകിയ ഒരു പുസ്തകത്തില്ലേ. അപ്പോൾ ആ രീതിയിലുള്ളൊരു ഒരു മരത്തടി നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെന്ന് വെച്ച് കഴിയുമ്പോഴത്തേന് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ഈ കുറച്ച് തൊലിയൊക്കെ ഇരിക്കുന്ന രീതി നമ്മൾ ചെയ്യും. മരത്തിൻ്റെ തൊലി ഇരിക്കുന്നത് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ മൊത്തം പൂർണ്ണമായിട്ട് പോയതുമല്ല അവിടെ ഇവിടെയൊക്കെ. എന്നിട്ട് അതിനകത്ത് നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ പായലിൻ്റെ ഒരു പച്ച കളറൊക്കെ അവിടെ ഇവിടെ കൊടുക്കും. ആ തൊലിയുടെ മണ്ടയ്ക്ക് പായൽ പിടിച്ചിരിക്കുന്നതിൻ്റെ കൂട്ടൊരു സെറ്റപ്പ് കൊടുക്കും. അപ്പോൾ കാണാൻ ലുക്ക് വരും. അപ്പോൾ അതൊക്കെ പിന്നെ ലാസ്റ്റ് പരിപാടിയാണ്. അപ്പോൾ പിന്നെ അതൊക്കെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോയും കാര്യമായിട്ടൊക്കെ വരാം. പിന്നെ താഴത്തേക്ക് നമുക്ക് മുളയാക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ ഒരു സൈഡാണെങ്കിൽ ഇച്ചിരി കനക്കുറവാണ്. കനക്കുറവെന്ന് വെച്ചാൽ വേറെ ഒന്നുകൊണ്ടല്ല, മറ്റേ നമ്മൾ ചാക്ക് ചുറ്റുന്നതിന് മുമ്പ് നമ്മൾ ഗ്രൗട്ട് തേക്കുമായിരുന്നു കമ്പിക്കകത്ത്. അപ്പം ഈ അധികം വന്ന ഗ്രൗട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവൻ തേച്ചിട്ട് നമ്മുടെ ഹെൽപ്പർ അത് ചെയ്തു. തേച്ചിട്ട് അവനാണെങ്കിൽ കയറി വിട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഒന്നുകൂടെ ഒരു ടിപ്പ് തേച്ച്. അപ്പോൾ അങ്ങനെ തേച്ചിട്ടൊക്കെ ആയതുകൊണ്ട് അവിടെ അത്രയും ഭാഗത്ത് ചാക്ക് വെച്ചില്ല. അപ്പം അത് ഈ കയറ് തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് ഗ്രൗട്ട് കുത്തായതുകൊണ്ട് ഇച്ചിരി കനക്കുറവുണ്ട്. നമ്മൾ ഇച്ചിരി കനമാക്കി എടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നമ്മൾ ഒരു സൈഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ അടുത്ത സൈഡ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അവിടെ ആണെങ്കിൽ വണ്ടിക്കാരും കൊണ്ടുവന്ന് കറക്റ്റ് അവിടെ തന്നെ കട്ട കൊണ്ട് വെച്ച്. അപ്പോൾ അവിടെ ഒരിടുങ്ങിയ ഫോം പോലെ അപ്പോൾ ഇറക്കി മാറണമെങ്കിൽ അരമണിക്കൂർ എടുക്കും. അപ്പോൾ പിന്നെ അതുകൊണ്ട് പിന്നെ അവിടെ നിന്നങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് കയറി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കുക. അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ സെൻഡ് ചെയ്യും. അപ്പം സ്കൂളൊക്കെ വിട്ട് സാറന്മാരൊക്കെ പോകാനായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുക, വണ്ടിയും പിള്ളേരൊക്കെ പോകാനായിട്ട് ഇറങ്ങിക്കുക. അപ്പം സമയം 4 മണിയൊക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി ഇതായിരുന്നു. അപ്പം ഇനിയിപ്പം ഞങ്ങൾക്ക് താഴത്ത് അത് മുളയുടെ ഷേപ്പാക്കി എടുക്കണം. ഇച്ചിരി ഹൈറ്റ് കുറഞ്ഞ രീതിയിലുള്ള കുറ്റി ആയതുകൊണ്ട് ഒരു 3 മുട്ട് 2 മുട്ടൊക്കെ വരുന്ന രീതിയിൽ നമ്മൾ മുളയുടെ ഇത് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ മുട്ടുഭാഗം വരത്തില്ലേ, മുഴങ്ങ് ഭാഗം വരുമല്ലോ. അപ്പോൾ അത് നമ്മൾ ഒരു 3 എണ്ണം 2 എണ്ണം ഒക്കെ വരുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഒരുപാട് അങ്ങ് അടുക്ക ചെയ്താലും വൃത്തിയിടായി പോകും. അപ്പോൾ ഇച്ചിരി അകലത്തിൽ ചെയ്യണം. അപ്പോൾ അങ്ങനെ അത് കണക്കാക്കി ചെയ്താൽ മറ്റേ നമ്മൾ പൈപ്പ് വെച്ചിട്ട് നമ്മൾ വെച്ചായിരുന്നു കേട്ടോ. ഈ മുള ചെയ്യുന്ന നേരത്തെ പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ പൈപ്പ് വെച്ചിട്ട് പൈപ്പ് കീറിയിട്ട് 3-ൻ്റെ പൈപ്പ് കീറിയിട്ട് അതിനകത്ത് കോൺക്രീറ്റ് നമ്മൾ കമ്പിയൊക്കെ വെച്ചിട്ട് കോൺക്രീറ്റ് ഇട്ട് അങ്ങനെ സെറ്റാക്കി വെച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഈസിയാണ് നമുക്ക് മറ്റേ ഈ മുളയാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മുട്ടും മാത്രം ഉണ്ടാക്കിയാൽ മതി. പിന്നെ എവിടെയെങ്കിലുമൊക്കെ കോൺക്രീറ്റിൻ്റെ ചെറിയ എവിടെയെങ്കിലുമൊക്കെ കണ്ണി അടയാനുണ്ടെങ്കിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് ഗ്രൗട്ട് തടച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ബാക്കിയൊക്കെ നമുക്ക് മറ്റേ ഇടയ്ക്കിടയ്ക്ക് കൊടുത്ത് എളുപ്പമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്തത്. പിന്നെ പ്രത്യേകിച്ച് നമ്മളൊരു മുളയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ കറക്റ്റ് ലെവൽ നോക്കിയിട്ടില്ല, ഇച്ചിരി ചരിച്ചും ഒക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്തേക്കുന്നത്. എന്നെങ്കിലേ ആ ഒരു ലുക്ക് വരത്തുള്ളൂ എന്നുള്ളത് അങ്ങനെ ചെയ്തേക്കുക. ഇപ്പോൾ ഒന്നുമില്ല, നമുക്ക് അവിടെ ഇവിടെയൊക്കെ മറ്റേതുപോലെ ഒരു മുഴങ്ങ് അത് വെച്ച് കൊടുത്താൽ മതി. റൗണ്ടും മുളയുടെ ആ ഒരു മുട്ടുഭാഗം ഉണ്ടല്ലോ, ആ കിളിപ്പ് വരുന്ന ഭാഗം. അപ്പോൾ അവിടെ നമ്മളിതുപോലെ ഒന്ന് റൗണ്ട് വെക്കുക 2 എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ പാച്ച് വർക്ക് ചെയ്യേണ്ടിടത്തൊക്കെ ഒന്ന് പാച്ച് വർക്ക് ചെയ്യണം. കാരണം എവിടെയെങ്കിലുമൊക്കെ ഈ കോൺക്രീറ്റ് കൊള്ളാതിരുന്നിട്ടുണ്ടെങ്കിൽ പൈപ്പിനകത്തൊക്കെ കിട്ടുന്നില്ലേ, ചിലപ്പോൾ വെള്ളം പോകും. അപ്പം 2 ഒക്കെ പൈപ്പ് ചേർത്ത് വെച്ചിട്ടൊക്കെ ഇടുന്ന കയറൊക്കെ വെച്ച് കെട്ടി, അപ്പം ഗ്രൗട്ടൊക്കെ ചിലപ്പോൾ ഒലിച്ചു പോകും. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനൊരു സെറ്റപ്പിൽ ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ. കുറച്ചൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തു. അപ്പോൾ എല്ലാം ഏകദേശം ഒരു മുളയുടെ ലുക്കൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ പകുതി സിമെൻറ്റ് പണി, പകുതി പിന്നെ നമ്മുടെ പെയിൻറ്റിങ്ങിനകത്താണ്. അപ്പം പകുതി പെയിൻറ്റിങ്ങും പകുതി നമ്മൾ സിമെൻറ്റിൽ പണിഞ്ഞെടുക്കും. അപ്പം എങ്കിലും നമുക്ക് പണി എളുപ്പം ചെയ്യാനും പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് പെയിൻറ്റിങ്ങിനും എളുപ്പമാകത്തുള്ളൂ. കാരണം ചില വർക്കുകളൊക്കെ നമ്മൾ പെയിൻറ്റിങ്ങിലൂടെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തില്ലെങ്കിൽ പെയിൻറ്റിങ്ങിനകത്ത് ചിലപ്പോൾ നമ്മൾ പെട്ടുപോകും. കാരണം എല്ലാം നമ്മൾ സിമെൻറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ഷാഡൊന്നും കൊടുത്ത് നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിപ്പിക്കാൻ പറ്റത്തില്ല. എല്ലാവരും കഥ കേട്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഒന്ന് ചെയ്തേക്കുക. ലൈക്ക് അടിക്കുക, കമൻറ്റ്, പറ്റുമെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമോ, അല്ലെങ്കിൽ നമുക്ക് സഹായമാവും. അപ്പം ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പം നമ്മുടെ പണി ഇതൊക്കെയാണ്. അപ്പം പിള്ളേരും സാറന്മാരും ഒക്കെ പോയി. പിന്നെ നമ്മളും ഒക്കെ ഉള്ളൂ, ഞാനും എൻ്റെ ഹെൽപ്പറും മാത്രമേ ഉള്ളൂ. അപ്പോൾ താക്കോല് ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് അച്ഛമ്മ പോകാൻ നിൽക്കുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഇവിടെ നിൽക്കുക. അപ്പം ഇനിയിപ്പോൾ ഞാനിരിക്കുന്ന ഭാഗം കൂടെ ഒന്ന് പ്ലാഷ് ചെയ്യണം. പ്ലാഷ് ചെയ്താൽ മൊത്തം കോൺക്രീറ്റ് ഇട്ടില്ലേ. അപ്പം എന്തായാലും മുള ഇത്രയും ചെയ്തു. ബാലൻസ് കുറച്ച് ചാന്തുണ്ട്. അപ്പോൾ അതും പിന്നെ കുറച്ചുകൂടെ നമുക്ക് കൂട്ടിയിട്ട് അതുകൂടെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും തീരുമല്ലോ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വലിയ വർക്കുകളൊന്നുമില്ല ഇവിടെ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആ മരം ഒന്ന് റെഡിയാക്കണം. അപ്പം നേരത്തെ ആണെങ്കിൽ ഞങ്ങളുടെ എഗ്രിമെൻറ്റിനകത്ത് ഞങ്ങൾക്ക് അവിടെ മറ്റേ മരത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ടോമാഞ്ചേരിയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അവർ 2 പേരുടെ പണിയണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതെന്തൊക്കെയോ സ്കൂളായതുകൊണ്ട് എന്തൊക്കെയോ ഒബ്ജക്ഷനൊക്കെ ആവുന്ന പ്രശ്നം കൊണ്ട് അപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രകാരം ഞങ്ങൾ അവിടെ മരവും പിന്നെ കവട മരം ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് ചെയ്തിട്ട് അതിനകത്തൊരു ഒരു ബോർഡ് സ്ഥാപിക്കണം, തൂക്കിയിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മരം പണിയുക. അപ്പോൾ തന്നെ ഞങ്ങളുടെ പരിപാടി എടുത്ത് കഴിയും. പിന്നെ പെയിൻറ്റിങ്ങാണ്. പിന്നെ അടുത്ത നെക്സ്റ്റ് പെയിൻറ്റിങ്ങായിട്ട് നമുക്ക് കാണാം. മുള സിമെൻറ്റിൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വലിയ പാടൊന്നുമില്ല. ഇപ്പോൾ ഈ കാണിക്കുന്ന കൂട്ടൊക്കെ ചെയ്താൽ മതി. കറക്റ്റ് നമ്മൾ ഒരു പൈപ്പിലെല്ലാം ഇതേപോലെ ഷേപ്പാക്കി എടുത്തിട്ട് പിന്നെ നമുക്ക് അത്
അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് ഇതുപോലെ മുഴങ്ങ് പോലെ ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് ബ്രഷ് ചെയ്തിട്ട് 2 സൈഡിലോട്ടും ചരിച്ച് കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്ക് അതിൻ്റെ ഒരു കണ്ണുണ്ടല്ലോ, ചെറിയൊരു കൂമ്പന പോലൊരു സാധനം ഉണ്ടല്ലോ, അപ്പോൾ ഒരു അമ്പിൻ്റെ തുമ്പ് ഒരു സംഭവമുണ്ട്, അപ്പോൾ അതുകൂടെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് ഓക്കെ ആവും. പിന്നെ എന്തുവാ ഈ മുളയുടെ ചില്ലി വെട്ടിയതിൻ്റെ കൂട്ട് സൈഡിൽ ചില്ല വെട്ടിയതിൻ്റെ കൂട്ട് ചെറിയൊരു 2 വെട്ടിയെടുത്തേക്കുന്ന ഒരു പാട് പോലെ സെറ്റപ്പ് ഉണ്ടാക്കിയാൽ മതി. അത് അവിടെ ഇവിടെയൊക്കെ മതി. നമ്മളാണെങ്കിൽ ഇതിങ്ങനെ ഒരു ചെറിയൊരു വളവ് പോലെ ഈ പാലം ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ തട്ടൊന്നും ഇളക്കിയില്ല, പലയൊക്കെ എൻ്റെ ഒരു കീഴി ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ സൈഡൊക്കെ ഒന്ന് മണ്ടയിൽ തേച്ച് സൈഡും ഒന്ന് റെഡിയാക്കിയിട്ട് എഡ്ജും ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ നാളെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.